പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക്സ് ആണ്. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യകാലങ്ങളിലൊന്നും തന്നെ ഈ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ടോപ്പിക്സിനെ പറ്റി ഇതിൽ നോക്കിയാൽ അറിയാം, വളരെ കുറച്ച് കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. കാര്യം ഒരുപാട് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. പക്ഷേ റീസെൻ്റ്ലി ഇതിൻ്റെ അകത്തുള്ളവർ ഇലക്ട്രോണിക്സ് അറിയണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇടുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന സമയം, കാരണം നിങ്ങൾക്കറിയാം അടുത്ത ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ വരും. സോ ടൈം ഒരുപാട് വീട്ടിലിരുന്ന് കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ടോപ്പിക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു കപ്പാസിറ്റർ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ. അതുപോലെ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു കൂടെ ചേർന്ന് നിൽക്കുന്ന ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ റെസിസ്റ്ററിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്ററിനെ എന്തുമായിട്ട് ബന്ധിക്കാം എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രതിരോധം തീർക്കുകയാണ് ഒരു സർക്യൂട്ടിൽ, അല്ലേ? റെസിസ്റ്ററിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഏത് കൈൻഡ് ഓഫ് റെസിസ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക, എന്താണ് സർക്യൂട്ടിൽ. ഇപ്പോൾ പല സർക്യൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള റെസിസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. അതൊക്കെ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഈ റെസിസ്റ്റേഴ്സിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഒരു പ്രതിരോധം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു വില്ലനായിട്ട്, നമുക്കൊരു സിനിമയിലൊക്കെ കാണുന്ന ഒരു വില്ലനായിട്ട് നമുക്കങ്ങ് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ വില്ലന്മാർ തന്നെ പല രീതിയിലുണ്ട്. അതായത് കോമഡി പറയുന്ന വില്ലന്മാരുണ്ട്, വളരെ സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള വില്ലന്മാരുണ്ട്, അത് ഭയങ്കര ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ട് ഉള്ള വില്ലന്മാരുണ്ട്. അതായത് ഭീമൻഡുവിനെ പോലെയുള്ള വളരെ വളരെ നായകനേക്കാൾ നല്ല രീതിയിൽ തോന്നുന്ന വില്ലന്മാരുണ്ട്, നമ്മുടെ ദേവനെ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വില്ലന്മാരുണ്ട്. അപ്പോൾ റെസിസ്റ്റേഴ്സും ഏകദേശം ഇതേപോലെയാണ്. ഓക്കെ, വില്ലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ, അല്ലെങ്കിൽ ഈ IC, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഡിവിഷൻ, അല്ലെങ്കിൽ സർക്യൂട്ടിലേക്കൊക്കെ ചെല്ലേണ്ടത് ഒരു കറണ്ട് ഫ്ലോ ലിമിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോഴാണ് അപ്പം നമ്മളൊരു വില്ലൻ്റെ കാര്യം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വില്ലൻ്റെ, അതായത് നായകൻ എത്രത്തോളം, അത് നമുക്കിവിടെ നായകൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്കിതിൽ സർക്യൂട്ടിൻ്റെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കുന്ന കമ്പൗണ്ടിനെ നമുക്ക് വില്ലനായിട്ട് സങ്കല്പിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായിരിക്കും നെറ്റ് ഔട്ട്പുട്ടിൽ വരുന്ന, അതായത് നായകന് ഈ വില്ലനെ ഇടിച്ചിട്ട്, അല്ലെങ്കിൽ വില്ലനെ ഒപ്പോസ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ആ കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എന്തായാലും ഒരു ഒബ്ജക്ഷൻ അവിടെ വരും. അതിന് ശേഷം കിട്ടുന്നതായിരിക്കും നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ റെസിസ്റ്റൻസിൻ്റെ അല്ലെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഒരു കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഈ വില്ലൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നതായിരിക്കും സർക്യൂട്ടിൽ വരുന്ന ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, അങ്ങനെ ഒരു കാര്യമായിട്ട്. സോ ഇനി നമുക്ക് റെസിസ്റ്റൻസ് തന്നെ നമുക്ക് പല രീതിയിലുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ഉണ്ട്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വയർ വൗണ്ട് റെസിസ്റ്റർ ഉണ്ട്. വയർ വൗണ്ടിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. സിംഗിൾ ടേൺ ആയിട്ടുള്ള വയർ വൗണ്ട് റെസിസ്റ്റർ ഉണ്ട്, മൾട്ടി ടേൺ ആയിട്ടുള്ള വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ റെസിസ്റ്റേഴ്സിലും നമുക്ക് പൊട്ടൻഷ്യോമീറ്ററും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അതായത് ഈ വയർ വൗണ്ട് റെസിസ്റ്റർ തന്നെ പൊട്ടൻഷ്യോമീറ്റർ അല്ലാത്തതുകൊണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇതായിട്ട് വരുന്ന ലീനിയർ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സും ഉണ്ട്. സോ അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററായിട്ട് വരുന്നതിൽ നിന്ന് തന്നെ നമുക്ക് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സിൽ നമുക്ക് സിംഗിൾ ടേൺ വയർ വൗണ്ട് റെസിസ്റ്റർ കിട്ടും, മൾട്ടി ടേൺ വയർ വൗണ്ട് റെസിസ്റ്റർ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ കാർബൺ ഡെപ്പോസിഷൻ, ഞാൻ പറഞ്ഞ പോലെ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ വരുന്നുണ്ട്, ലൈറ്റിനെ സെൻസിറ്റീവായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. മെറ്റൽ ഓക്സൈഡ് വിരിസ്റ്റർ വരുന്നുണ്ട്, MOV എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ് വിരിസ്റ്റർ വരുന്നുണ്ട്, തെർമിസ്റ്റർ വരുന്നുണ്ട്. ഇതൊക്കെ വേറെ വേറെ എലമെൻ്റ് അല്ല, ഇതൊക്കെ റെസിസ്റ്റൻസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്കിതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിലുള്ള റെസിസ്റ്റർ നമ്മൾ ഈ പറഞ്ഞ സർക്യൂട്ടിൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പം ചില സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മിക്കവാറും നമ്മൾ ഇടുന്നത് ഒരു 3 ബാൻഡ് അല്ലെങ്കിൽ 4 ബാൻഡിലും കൂടുതലായിട്ട് ഒരു 5 ബാൻഡ് അല്ലെ 6 ബാൻഡ് ഒരു റെസിസ്റ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് 5 ബാൻഡ് അല്ലെ 6 ബാൻഡ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോളറൻസും ആക്യുറസിയും ഓക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. അതായത് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്റൻസ് സംബന്ധിച്ചോളം ടോളറൻസും എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട വാല്യൂ എന്താണോ
അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് എനിക്കിപ്പോൾ ഒരു 30 ഓം എനിക്ക് വേണമെന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ 30 ഓമിൻ്റെ റെസിസ്റ്റൻസ് വാങ്ങി. പക്ഷേ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 30 എക്സാക്ട്ലി കിട്ടണമെന്നില്ല, 31 ആവും, 32 ആവാം. അപ്പം ഈ ബാൻഡ് കൂടുന്തോറും, അതായത് 5 ബാൻഡ് 6 ബാൻഡ് കൂടുന്തോറും അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആക്യുറസി, അതിനെ പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്, ആക്യുറസി കൂടും. അതാണ് ചില സർക്യൂട്ടുകളിൽ, അതായത് കമ്പനികളുടെ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ സർക്യൂട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 5 ബാൻഡോ 6 ബാൻഡോ ആണ്. 6 ബാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 5 ബാൻഡ് തന്നെയാണ്. 6ാമത്തെ ബാൻഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിൻ്റെ ഇതാണ്. അതായത് ഓരോ 10 ഡിഗ്രിയിലും 1% ആയിരിക്കും അതിൻ്റെ ഒരു 1% എന്ന് പറഞ്ഞാൽ ഓരോ ഡിഗ്രി, അതായത് ഓരോ 10 ഡിഗ്രി കൂടുമ്പോഴും 1 ഡിഗ്രിയുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതായത് 10 ഡിഗ്രി കൂടുമ്പോൾ 1% ആയിരിക്കും അതിൻ്റെ ഒരു വേരിയേഷൻ വരിക. അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും ആ ഒരു കാര്യം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സർക്യൂട്ട്, ഇതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഈ സെക്ഷനിലുള്ളതെല്ലാം തന്നെ 5 ബാൻഡും 6 ബാൻഡും, അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന 3 അല്ലെ 4 എന്നുള്ള ഒരു റെസിസ്റ്റർ വാല്യൂ ഒന്നും കാണാനില്ല. എല്ലാത്തിലും ഒരു 5 ബാൻഡ് 6 ബാൻഡ് റെസിസ്റ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ചെയ്തിരിക്കുന്നത്. ഇതൊരു DC മോട്ടോർ കൺട്രോളറിൻ്റെ സർക്യൂട്ടാണ്. പുറത്തുനിന്ന് വരുന്ന കമ്പനി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം പ്രിസിഷൻ റെസിസ്റ്റേഴ്സാണ്. അതായത് നമുക്ക് എക്സാക്റ്റ് വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ചില സർക്യൂട്ടുകൾ നിർമ്മിക്കുമ്പോൾ നമ്മളിപ്പം കടയിൽ ചെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മളിപ്പം പറയുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 120 ഓമിൻ്റെ അല്ലെങ്കിൽ 120 കിലോ ഓം പറയുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ റേഞ്ച് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അതിലും താഴെയായിരിക്കും, ചിലപ്പോൾ അതിലും മുകളിലായിരിക്കും. സോ ഇതിട്ട് കഴിഞ്ഞാൽ സർക്യൂട്ട് വർക്ക് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയേഷൻ ആ റീഡിങ്ങിലും ഉണ്ടാവും. കാരണം ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്തായാലും മാറും. ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ബാൻഡ് 6 ബാൻഡ് ഇടുമ്പോഴാണ് അതിനെ ടെമ്പറേച്ചറിനെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതിൻ്റെ അത് വരുന്നത്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നുള്ളൊരു ഫാക്ടറും കൂടെ വരുന്നത്. സോ അത്രത്തോളം അത് വളരെ നല്ല ഒരു നെറ്റ് റിസൾട്ട് കിട്ടും. സോ ഇത് നോക്കുക, ഈ ഒരു സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് സാധാരണ കാണുന്ന ഒരു റെസിസ്റ്ററാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 3 ബാൻഡ് 4 ബാൻഡ് റെസിസ്റ്റേഴ്സൊക്കെയാണ് ഈ സംഭവത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നോർമൽ കാർബൺ ഫിലിം റെസിസ്റ്റർ എന്ന് പറയാം. നോർമൽ റെസിസ്റ്റേഴ്സാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറൊന്നും കൊണ്ടുമല്ല, അതൊരു നോർമൽ ഒരു ഇന്ത്യൻ മേക്ക് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സോ അത് മതി. ജസ്റ്റ് അതിനുള്ള കൺട്രോളിങ് ആക്ഷൻ, കാരണം അത് ഫുൾ അനലോഗാണ്. അതിൻ്റെ അകത്ത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, ഈ സ്വിച്ചിങ് വരുന്നില്ല, അങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു അനലോഗ് IC 555 ടൈമറും വെച്ചിട്ടുള്ള ഒരു IC ആണ്. സോ അതിൻ്റെ അകത്ത് ആ ഒരു കാര്യമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് എലമെൻറ്റ്, ഇത് തെർമിസ്റ്റർ, ഇതൊരു റെസിസ്റ്റൻസ് എലമെൻ്റാണ്. അതായത് കറണ്ട് ഫ്ലോ നമുക്കിപ്പം ഒരു സർക്യൂട്ടിലെ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ VFD അല്ലെങ്കിൽ വേറെ ഏത് സർക്യൂട്ടാണെങ്കിലും ഓവർലോഡ് എന്നുള്ള ഒരു കാര്യം പ്രിഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് തെർമിസ്റ്റർ. ആ തെർമിസ്റ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നോർമലായിട്ടൊരു ഫ്ലോ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഇത് ആവും തോറും അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതായത് തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് ഈ സാധനത്തിൻ്റെ വേരിയേഷൻ എടുത്തിട്ടാണ്, അതായത് കറണ്ടിൻ്റെ ഫ്ലോ കൂടുകയും കുറയുകയും ചെയ്യും. അതനുസരിച്ചാണ് ഈ സംഭവം നമ്മൾ ഈ ഓവർ വോൾട്ടേജ് ഡിറ്റക്ഷൻ നമ്മൾ ഇത് ചെയ്യുക, അതായത് ഷട്ട് ഓഫ് ചെയ്യുക. ഓവർ കറണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സിസ്റ്റം ഷട്ട് ഓഫ് ചെയ്യുന്ന ഈ ഒരു കാര്യം വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അതേപോലെ തന്നെ MOV ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഒരു നീല സംഭവം. അതായത് ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അതേപോലെ മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ബ്ലൂ എലമെൻ്റ് ആണ് മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ. സോ ഈ മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സർജ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് എക്സസീവ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ സ്പൈക്സുകൾ, അതായത് പെട്ടെന്ന് എന്താ പറയുന്ന ഒരു സർക്യൂട്ടിലേക്ക് വന്നു ചേരാവുന്ന, അതായത് കിലോ വാട്ട് റേഞ്ചിലൊക്കെ, മീൻസ് എന്താ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നോർമൽ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വോൾട്ടേജ് റേറ്റഡ് ആയിരിക്കും. പക്ഷേ മറ്റേതെന്ന് പറയുമ്പോഴത്തേനും ഒരു കിലോ വാട്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും ഇത് പോവുക. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള സ്പൈക്സ്, പെട്ടെന്നുള്ള ഹൈ സർജ് 20,000 30,000 ഒക്കെയുള്ള വോൾട്ടേജസ് കയറി വരുമ്പോൾ സർക്യൂട്ടുകൾ പെട്ടെന്ന് ഡാമേജ് ആവും. സോ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എലമെൻ്റാണ് ഈ പറഞ്ഞ ബ്ലൂ എലമെൻ്റ് മെറ്റൽ ഓക്സൈഡ് വെരിസ്റ്റർ. അത് ഒട്ടുമിക്ക ഈ പവർ സപ്ലൈ തുടങ്ങിയുള്ള ഒട്ടുമിക്ക സർക്യൂട്ടിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതൊന്ന്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ പൊട്ടൻഷ്യോമീറ്റർ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇതൊരു പൊട്ടൻഷ്യോമീറ്ററാണ്. ഇതിനെ മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്ററാണ്. ഈ മൾട്ടി ടേൺ സിംഗിൾ ടേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ ടേൺ പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സിംഗിൾ ടേൺ പൊട്ടൻഷ്യോമീറ്ററാണ്. ഇതിൻ്റെ അകത്തുള്ളത്
സിംഗിൾ ടേൺ ആണ്. അത് ഒരൊറ്റ വയർ നമുക്കിപ്പം ചുറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് നമുക്കൊരു 50 കിലോ ഓം ആണ്. ഇത് ഫുൾ ടേൺ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന 50 കിലോ ഓം ആണ്. അപ്പം ഈ 50 കിലോ ഓം തന്നെ നമുക്ക് സിംഗിൾ ടേൺ കിട്ടും, മൾട്ടി ടേൺ കിട്ടും. മൾട്ടി ടേൺ കിട്ടുമ്പോഴത്തെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കുന്നതിൻ്റെ ടേണിങ് എന്താണ്, നമുക്ക് 10 ടേൺ തിരിക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞ 50 കിലോ ഓം കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ടേൺ ആണ്. മൾട്ടി ടേൺ എന്ന് പറയുമ്പോഴത്തേന് ഇതിന് വില കൂടുതലാണ് വരിക. ഓക്കെ, അതേപോലെ മൾട്ടി ടേണിന് വില കൂടുതലാണ്. സിംഗിൾ ടേണിനേക്കാളും നല്ലപോലെ സ്പേസ് ഡിഫറൻസ് ഈ മൾട്ടി ടേൺ വരും. അതേപോലെ തന്നെ മൾട്ടി ടേൺ ഒക്കെ തന്നെ നമുക്ക് 3 ലീഡ് ഉള്ളതും കിട്ടും, 4 ലീഡ് ഉള്ളതും കിട്ടും. ഈ 4 ലീഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലീഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്യുറസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചുറ്റിക്കഴിഞ്ഞാൽ മറ്റേ വൈൻഡിങ് അല്ലെങ്കിൽ മറ്റേ ഇത്, അതായത് പകുതിയോളം ക്ലോക്ക് വൈസ് ചുറ്റും, അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റും. സോ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആയിരിക്കും ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടുകളിൽ. അതായത് നമ്മൾ ഇടുന്ന പൊട്ടൻഷ്യോമീറ്റർ എല്ലായ്പ്പോഴും ഒരേപോലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഒക്കെ നമുക്കിപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് 5 വോൾട്ടിനെ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് ഇതായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PWM സിഗ്നൽ കൺട്രോൾ ചെയ്യണം. അതിന് നമുക്കൊരു 5 വോൾട്ട് സിഗ്നലിനെ നമുക്ക് കുറച്ച് മാറ്റിക്കൊണ്ടുവരണം. അതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലായിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സൊക്കെ ഇട്ടാൽ മതി. ഓക്കെ, നോർമലായിട്ട് പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വോളിയം കൺട്രോളറൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സാണ് ഈ പറയുന്നത്. അതായത് നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം, ഇങ്ങനത്തെ പൊട്ടൻഷ്യോമീറ്ററാണ് നോർമൽ. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഒരു കാർബൺ ഫിലിമാണ്. അത് വെച്ചിട്ട് ഒരു വൈപ്പർ ഇത് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് തിരിയുന്ന ഒരു വൈപ്പറിലൂടെയാണ്, അങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത്. ഇത് നോർമലായിട്ടുള്ള. പക്ഷേ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് അത്രത്തോളം ആക്യുറസി കൂട്ടി വേണം. അതുകൊണ്ടാണ് മൾട്ടി ടേൺ ആയിട്ടുള്ള ഒരു 10 ടേൺ 20 ടേൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടേണിലായിരിക്കും ആ കറക്റ്റ് അതിൻ്റെ പ്രിസിഷൻ കിട്ടുക. അതുകൊണ്ടാണ് ആ മൾട്ടി ടേൺ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കായുള്ള റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന കാർബൺ ഫിലിമാണ്. പിന്നെ അതുപോലെ മെറ്റൽ ഫിലിംസ് ഉണ്ട്. ഇതാ പല സർക്യൂട്ട്സുകളും ഉള്ളതുകൊണ്ട് കാണിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ അകത്തുള്ള റെസിസ്റ്റേഴ്സ് മൊത്തം നോർമൽ റെസിസ്റ്റേഴ്സ് അല്ല. ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളറിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ബ്ലാക്ക് കളറാണ് ഈ കാണുന്നത് മൊത്തം ഒരു ബ്ലാക്ക് കളറിലാണ്. സോ ഇതെല്ലാം മെറ്റൽ ഫിലിം റെസിസ്റ്ററാണ്. അതിൻ്റെ അകത്ത് കാർബണിന് പകരം അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മെറ്റൽ ആയിട്ടുള്ള തിൻ ഫിലിംസ് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ഇത് ചെയ്തിരിക്കുന്നത് കാർബണിന് പകരം. കാർബൺ എന്ന് പറയുമ്പോഴത്തേനും അത് നമുക്ക് ലോ കോസ്റ്റാണ്, പക്ഷേ ആക്യുറസി കുറവായിരിക്കും. മെറ്റൽ അല്ലെങ്കിൽ വേറുള്ള ഇതിലോട്ട് വരുന്നതോറും ഇതാണ് കോസ്റ്റ് കൂടി വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ വയർ വൗണ്ടിലോട്ട് വരുന്നതോറും വയർ വൗണ്ട് സാധാരണ റെസിസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഹൈ പവർ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ വയർ വൗണ്ട്, അതേപോലെ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ വയർ വൗണ്ട് മൾട്ടി ടേൺ സിംഗിൾ ടേൺ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവുക. കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം ഇതൊരു റെസിസ്റ്ററാണ്. ഓക്കെ, ഇതൊരു റെസിസ്റ്ററാണ് ഹൈ പവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് പവർ ആംപ്ലിഫയർ സർക്യൂട്ടുകളിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് ലിമിറ്റ് കറണ്ട്, പ്രത്യേകിച്ച് ഔട്ട്പുട്ടിലുള്ള കറണ്ടിനെ കൂടുതൽ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ട്സ് ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഡിസിപ്പേഷൻ കൂടുതലുള്ള സംഭവമാണ് ആ ഒരു റെസിസ്റ്റർ. സോ ഇങ്ങനെയുള്ള ഒരുപാട് റെസിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട്. നമ്മുടെ യൂസിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം നമ്മളൊരു ഫിലിമിൽ കോമഡി ആയിട്ടുള്ള ഒരു നമ്മുടെ വില്ലനെ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വില്ലനെ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നായകനെ പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നായകനെ അവസാന ഘട്ടത്തിൽ നായകൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലനെ കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ആപ്ലിക്കേഷൻസ് നമ്മൾ വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുക. സെൻസിറ്റീവ് വേണോ, പാർഷ്യൽ ആയിട്ടുള്ള സെൻസിറ്റീവ് വേണോ, ഹൈ ആക്യുറസി വേണോ, അല്ലെങ്കിൽ ആക്യുറസി കുറഞ്ഞത് വേണോ, അത് ലോ കോസ്റ്റ് വേണോ, ഹൈ കോസ്റ്റ് വേണോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സർക്യൂട്ടിലും ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സൈനിങ് ഓഫ് ഫ്രണ്ട്സ്, താങ്ക് യു.